തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് പൂർണ്ണമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഉപരോധത്തിൽ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചതാണ് കാരണം. അവിടെ സമരസമിതി പ്രവർത്തകർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. അതിലേക്ക് നാളെ മുതൽ 10 മണിക്കൂർ ചന്ദ്രഗിരി ഡ്രഡ്ജറുടെ പ്രവർത്തനം ആരംഭിക്കും. തിങ്കളാഴ്ച മുതൽ 20 മണിക്കൂർ ഒരു ഓപ്പറേറ്ററെ കൂടെ വെച്ചിട്ട് 20 മണിക്കൂർ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു എക്സ്കവേറ്ററുടെ എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ട് ഒരു സമവായത്തിലെത്തിയതാണ്. സമവായത്തിലെത്തിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈപ്പിഴ പറ്റിപ്പോയി. ആ ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ കൈയിടിച്ച് ഗ്ലാസ് പൊട്ടി. ഈ ഗ്ലാസ് പൊട്ടിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സമവായത്തിൽ നിന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞു, സാർ സംഭവിച്ചത് സംഭവിച്ചു, ആ ആളിനെ ഒന്ന് റിലീസ് ചെയ്യുക, കേസൊന്നുമില്ല, നമുക്കൊരു ഒത്തുതീർപ്പിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറ്റ പിടിവാശി, ആ ഒറ്റ പിടിവാശിയാണ് ഇന്നലെ രാത്രി ഇവിടെ പോലീസുമായിട്ടും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ടും ഉണ്ടായ ഒരു ഉന്തും തള്ളിൽ ഈ കാര്യങ്ങൾ പോയത്. ഒരിക്കലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാര്യം മേലുദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് അനുസരിച്ചേ പറ്റൂ. പക്ഷേ ഇന്ന് കാണിച്ച പ്രവൃത്തി, ഇത് ഇത്രയും എഴുതി തന്നിട്ട് ഇന്ന് കാണിച്ച പ്രവൃത്തി എന്ന് പറയുന്നത്, ഇദ്ദേഹം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, കാലവർഷം അടുക്കുന്ന സമയത്ത് 27-ാം തീയതി മൺസൂൺ എന്ന് പറയുന്ന സംഭവം ഇവിടെ വരാൻ പോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് പോകേണ്ട വഴി ഒരുക്കി തരാമെന്ന് വാക്ക് പറഞ്ഞ് രേഖാമൂലം എഴുതി തന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് ഇവിടുത്തെ ഡ്രഡ്ജറിന്റെ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാവും. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടുകയാണ്. യോഗ ഇപ്പോൾ കാലാവസ്ഥ ഒന്ന് പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മഴ പെയ്യുന്നതുകൊണ്ട് ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് അവരെത്തും, എത്രയും പെട്ടെന്ന് എത്തും. എത്തിയതിനു ശേഷം ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം സമരപരിപാടി ഞങ്ങൾ ഇതിന് മുന്നിൽ വയ്ക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. വിശപ്പിന് മുമ്പിൽ മരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, മരണം വരെയും പോരാടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. അല്ല, അവരുടെ നടപടിക്രമങ്ങൾ അവർ ചെയ്തോട്ടെ, അതിലൊന്നും വിഷയമില്ല. നടപടിക്രമങ്ങളാണല്ലോ. അതിപ്പോൾ ഒരു പോലീസ് അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കേസെടുത്തു കഴിഞ്ഞാൽ അത് റിമാൻഡ് ചെയ്യാം, ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ റിമാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇതിനൊരു അറുതി ഉണ്ടാക്കിയിട്ടല്ലേ ഇവർ ചെയ്യേണ്ടത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇവർ ഞങ്ങളായിട്ട് പറ്റിക്കുകയല്ലേ. എല്ലാ ദിവസവും വരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വരുന്നു, ഞങ്ങൾക്ക് വാക്ക് തരുന്നു. ഇവർ ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നില്ല. ഇവർ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിനം പ്രതി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മോത്തി ഇവർ പറയുന്നത്, അതായത് മരണം വരെയും സമരം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്, സമരസമിതി എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. പ്രധാന പ്രശ്നമായി ഇവർ പറയുന്നത്, ഇവിടെ ഏകദേശം 3 മാസത്തോളമായി മണൽ കയറി പൊഴി അടങ്ങിയിട്ട് ഓരോ തവണയും ഇവർ പ്രതിഷേധിക്കും. അപ്പോൾ സമവായ ചർച്ചയ്ക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും അധികൃതരും എത്തും. ഓരോ തവണ ചർച്ച പൂർത്തിയാകുമ്പോൾ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ ഈ ഒരു വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പരാതിയായി പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ പെരുമാതുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഏക ഉപജീവന മാർഗ്ഗമെന്ന് പറയുന്നത് ഈ മത്സ്യബന്ധനമാണ്. ഈ മത്സ്യബന്ധനം അവർക്ക് ഇവിടെ നടത്താൻ സാധിക്കുന്നില്ല. മത്സ്യബന്ധനം മുടങ്ങിയിട്ട് 3 മാസത്തോളമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പല വീടുകളും പട്ടിണിയുടെ വക്കിലുമാണ്. ഈ പറയുന്നതിൽ പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് 27-ാം തീയതിയോടുകൂടി ആ സംസ്ഥാനത്ത് മൺസൂൺ എത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മൺസൂൺ എത്തിക്കഴിഞ്ഞാൽ ഈ പൊഴി മുറിച്ച് ഇവിടുത്തെ ഡ്രഡ്ജിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമീപ പ്രദേശത്ത് ഏകദേശം 8 പഞ്ചായത്തുകളോളം മുങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം കനക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്താനിരിക്കുന്നു. ഇത്രയും കാലമായി ഇവരൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഇനി അടിയന്തര യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാവുക? ഇതിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ? മോത്തി, ഇന്നത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കൊടുവിൽ, അതായത് മാധ്യമങ്ങളുടെ കൂടി സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്കൊടുവിൽ ഹാർബർ എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള അനിൽ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ ഡ്രഡ്ജിങ് ആരംഭിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയത് ഈ ഹാർബർ എഞ്ചിനീയർ ആയിട്ടുള്ള അനിലാണ്. പറഞ്ഞിട്ടുള്ളത് 7 മണി മുതൽ മറ്റേ ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഡ്ജിങ് ആരംഭിക്കും. കൃത്യം 10 മണിയോടുകൂടി തന്നെ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രഡ്ജർ ആരംഭിക്കുമെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പറയുകയും എഴുതി മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾക്ക് എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നതാണ്. ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. എല്ലാ പ്രാവശ്യവും പ്രതിഷേധത്തിനൊടുവിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇത് തന്നെയാണ് പതിവ്. ഈ ഉറപ്പ് നൽകിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആ ഉറപ്പ് ലംഘിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഹാർബർ എഞ്ചിനീയർ നൽകിയ ഉറപ്പും ഇവിടെ ഇപ്പോൾ അതും പാലിക്കപ്പെടാതെ പോയിരിക്കുകയാണ്. ഈ സജീവ് എന്ന് പറയുന്ന ആളാണ് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് കൂടി പങ്കെടുത്ത ആളാണ്, സമരസമിതി നേതാവ് കൂടിയാണ്. ചേട്ടാ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ കൂടി മുന്നിൽ വെച്ചാണ് ഹാർബർ എഞ്ചിനീയർ ഒരു കത്ത് നിങ്ങൾക്ക് എഴുതി നൽകുകയും അയാൾ ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതുകൂടി ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇനി ഉള്ള ഈ സമര പരിപാടികൾ എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കും? ഇന്നലെ ഈ സംഭവം എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഈ പയ്യനെ വിടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളൊരു പയ്യനിക്ക് ഒരു അബദ്ധം പറ്റി. അബദ്ധമല്ല, ഈ തെക്കിലും തിരക്കിലും പറ്റി ഒരു ഗ്ലാസ് പൊട്ടിയതിൻ്റെ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇത് സംബന്ധമായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ജനപ്രതിനിധികളായ നമുക്കിവിടെ നേതൃത്വം നൽകുന്ന നമ്മുടെ എം എൽ എ വിളിച്ചു. അദ്ദേഹത്തിനോട് ഈ വിഷയം ആരംഭിച്ച് പറഞ്ഞതാണ്, ഇതൊന്ന് ഇടപെടണം, ഇങ്ങനൊരു ഇതുമായി ഞങ്ങളത് ചെയ്തു കൊടുക്കാമെന്ന്. പക്ഷെ അതിനവരെ തയ്യാറായിട്ടില്ല.
ഈ ഇത്രയും കത്തിക്കിടക്കുന്ന ഒരു വിഷയത്തിൽ ഇവിടെ MP ഉണ്ട്, MLA ഉണ്ട്. ഈ ജനപ്രതിനിധികൾ ഈ മുതലപ്പൊഴിയുടെ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നടന്ന ഈ അനിഷ്ട സംഭവങ്ങളിൽ ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇതിനൊരു സമവായം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതും ഇനി അങ്ങോട്ട് ഡ്രഡ്ജിങ് നടപടിയോ അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന നടപടിയായിരുന്നാലും അവർ ഇതിൽ ഒന്നിലും ഇടപെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇന്നലെ ഈ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഇന്ന് 3 മണിക്കാണ് നോർമൽ മീറ്റിംഗ് വിളിക്കുക എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളത് വിളിച്ചിരുന്നത്. ഇന്നലത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് മാറ്റി ഇന്നിപ്പോൾ 9 മണിക്ക് മീറ്റിംഗ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ട് ആൾക്കാർ എത്തിപ്പെടുന്നതിനൊരു താമസമുണ്ട്. ഇന്നെന്തായാലും ഏകദേശം 10 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ കമ്മിറ്റി കൂടുക മാത്രമല്ല ശക്തമായ ഏതായാലും ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നാണ് പറയുന്നത്. ഇവർക്ക് നിരത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും, സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്നതിലേക്കായി ഉറ്റുനോക്കുന്നു.